ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 10:16 മുതൽ 18 വരെ. ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിപ്പിൻ. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ നിങ്ങളെ ന്യായാധിപ സഭകളിൽ ഏൽപ്പിക്കുകയും തങ്ങളുടെ പള്ളികളിൽ വെച്ച് ചമ്മട്ടി കൊണ്ടടിക്കുകയും എൻ്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പിൽ കൊണ്ടുപോവുകയും ചെയ്യും. അത് അവർക്കും ജാതികൾക്കും ഒരു സാക്ഷ്യം ആയിരിക്കും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. തൻ്റെ ശിഷ്യന്മാരെ ദൈവരാജ്യ പ്രഘോഷണത്തിനായി അയക്കുമ്പോൾ കർത്താവ് അവർക്ക് നൽകുന്ന ദൂത് അല്ലെങ്കിൽ മുന്നറിയിപ്പ് ഒട്ടും വാഗ്ദാനങ്ങളൊന്നും ഇല്ലാത്തതാണ്. സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു കൾട്ടിലേക്ക് ചേർക്കപ്പെടുമ്പോഴോ അല്ലെങ്കിൽ ഒരു മത വിശ്വാസത്തിലേക്കോ സംഘടനകളിലേക്കോ മറ്റുള്ളവരെ ചേർക്കുമ്പോൾ അവർക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ മോഹന വാഗ്ദാനങ്ങളാവാം. സ്ഥാനമാനങ്ങൾ, പദവികൾ, ലാഭം, അങ്ങനെയുള്ള മോഹന വാഗ്ദാനങ്ങൾ. ഒരു ഇലക്ഷൻ വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാക്കുന്ന മാനിഫെസ്റ്റോ, അത് കേൾക്കുന്നവർക്കും വായിക്കുന്നവർക്കും തങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ലഭിക്കും എന്ന ഒരു തോന്നൽ ഉണ്ടാക്കിയെടുക്കും. എന്നാൽ ലോക ചരിത്രത്തിൽ യേശുക്രിസ്തു മാത്രമാണ് തന്നോടുകൂടെ ചേർന്ന് നിൽക്കുന്നവർക്കും തനിക്ക് വേണ്ടി ശബ്ദിക്കുന്നവർക്കും ലഭിക്കുന്ന ഫലങ്ങൾ അത് വളരെ വിപരീതമായിരിക്കും എന്ന് പറഞ്ഞത്. 16-ാമത്തെ വാക്യം മുതൽ 10-ാം അധ്യായത്തിൻ്റെ അവസാനം വരെയുള്ള ഭാഗങ്ങൾ ഏറെക്കുറെ ഒരു മഹോപദ്രവ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ്. അക്കാലത്തെ യഹൂദ സുവിശേഷകന്മാർ ചെന്നായ്ക്കളുടെ മധ്യത്തിലെ ആടുകൾക്ക് തുല്യരാണ്. അവ ആടുകളെ പിടിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്നു. അതിനാൽ അവരെ വിവേകമുള്ളവരും പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരുമൊക്കെ ആയിരിക്കണം. അപ്പോൾ തന്നെ പ്രാവിനെ പോലെ കളങ്കരഹിതരും ആകണം എന്ന ഒരു ചിന്തയുണ്ടായിരുന്നു. ഇത് അജ്ഞതയിൽ നിന്ന് രൂപം പ്രാപിക്കുന്ന ലളിതമായിട്ടുള്ള നിലയല്ല, നേരെ മറിച്ച് ദിവ്യജ്ഞാനത്തിൽ ഉളവാകുന്ന അവസ്ഥയാണ്. അത് യാക്കോബിൻ്റെ ലേഖനത്തിലും റോമർക്കെഴുതിയ ലേഖനത്തിലും ഒക്കെ നമ്മൾ വായിക്കുന്നു. നമ്മുടെ പാതകളെ നിയന്ത്രിക്കാൻ നമുക്ക് ജ്ഞാനം ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്നത്, നിങ്ങൾക്ക് മുൻപിലുള്ളത് അപകടങ്ങൾ ആണ്. ഒരു പക്ഷെങ്കിൽ ചെന്നായ്ക്കൾ നിങ്ങളെ കടിച്ചു കീറാൻ സാധ്യതയുണ്ട്. അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. ജീവത്യാഗം സംഭവിക്കാം. അതുകൊണ്ട് എന്തെങ്കിലും ലാഭം ലഭിക്കും എന്ന് കരുതി ദൈവരാജ്യത്തിൻ്റെ സന്ദേശം പറയാൻ ശ്രമിക്കരുത്. നഷ്ടങ്ങളുണ്ടാവാം, മരണമുണ്ടാവാം. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ആയിരിക്കുമ്പോൾ ഈ ചെന്നായ്ക്കളെ കുഞ്ഞാടുകളാക്കി മാറ്റാനുള്ള ഒരു വലിയ ദൗത്യം കർത്താവ് അവർക്ക് നൽകുന്നു. ഒന്നുകിൽ നിങ്ങൾ ചെന്നായ്കളുടെ ഇരകളാവാം, അല്ലെങ്കിൽ ചെന്നായ്കൾ നിങ്ങളെപ്പോലെ കുഞ്ഞാടുകളെ പോലെ ആവാം. ഈ രണ്ട് കാര്യങ്ങളാണ്. ഇത് രണ്ടും ദൈവരാജ്യ സ്വഭാവത്തിൽ നിലനിൽക്കുന്ന യാഥാർത്ഥ്യമാണ് എന്ന് കർത്താവ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു സേഫ് സോൺ അല്ല. അവിടെ അപകടവും പുറന്തള്ളലുകളും അപവാദങ്ങളും എല്ലാമുണ്ട്. ഇതിൻ്റെ മധ്യത്തിൽ ദൈവരാജ്യ സ്വഭാവത്തോടെ നിൽക്കാൻ സാധിക്കുമ്പോഴാണ് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ മഹത്വം
ലോകം അറിയുന്നത്. കർത്താവിൻ്റെ നാമനിമിത്തം അവരെ പീഡിപ്പിക്കുന്നവർ ഇവരെ ജാതികളുടെ നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും ഒക്കെ മുമ്പിൽ ആനയിക്കും. അപ്പോസ്തലപ്രവൃത്തികൾ വായിക്കുമ്പോൾ കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം അപ്പോസ്തലന്മാർക്ക് നേരിടേണ്ടി വന്ന കഷ്ടനഷ്ടങ്ങൾ അതാണ് വെളിവാക്കുന്നത്. സഭയുടെ സ്വഭാവം അതാണ്, ഇന്നും അതാണ് തുടരേണ്ടത്. നമ്മുടെ സ്ഥാനമാനങ്ങൾക്കോ നമ്മുടെ ഭദ്രതയ്ക്കോ സുരക്ഷിതത്തിനോ വേണ്ടി ഒരിക്കലും ദൈവരാജ്യത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മളെല്ലാം ആ ഒരു ദൈവരാജ്യ അനുഭവത്തിൽ ജീവിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും ദൈവരാജ്യത്തിൻ്റെ സന്ദേശവാഹകരായിരിക്കുന്നതിനും കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു. ആ ഒരു വലിയൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും നിലനിർത്താൻ നമുക്ക് സാധിക്കണം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണയുള്ള വാഴ്ത്തപ്പെട്ട കർത്താവെ, നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ സന്ദേശവാഹകരായി നിലനിൽക്കാനും ജീവിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. ലഭിക്കുന്ന നന്മകൾക്കായി ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. നഷ്ടങ്ങളും വിട്ടുകൊടുക്കലുകളുമൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സഹായിക്കണമേ. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ അവിടുത്തെ കരുണയിൽ ഞങ്ങളെ കാക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നമ്മോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.